അമേരിക്കയുടെ 45ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ് ഒരു വർഷത്തിനു ശേഷമാണ് കൊൽക്കത്തയിലെ ഈസ്റ്റേൺ മെട്രോപൊളിറ്റൻ ബൈപ്പാസിലെ ട്രംപ് ടവർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നഗരത്തിലെ റോഡിൽ നിന്നും നോക്കിയാൽ അമ്പരചുംബിയായ ഈ കെട്ടിടം കാണാം. ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും കൊൽക്കത്തയിലെ ട്രംപ് ടവറിന്റെ നിർമ്മാണം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. കൊൽക്കത്തയ്ക്ക് പുറമെ മുംബൈ, പൂനെ, ഗുഡ്ഗാവ് എന്നിവിടങ്ങളിലും ട്രംപ് ടവറുകളുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗോള റിയൽ എസ്റ്റേറ്റ് ഭീമന്മാരാണ് ട്രംപ് ടീം. ഇവരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എന്ന നിലയിലാണ് വ്യാവസായിക നഗരമായ കൊൽക്കത്തയിൽ 2018 കെട്ടിടം പണി ആരംഭിക്കുന്നത്. കൊൽക്കത്തയിലെത്തുന്ന ഏതൊരു സഞ്ചാരിയും അത്ഭുതത്തോടെ നോക്കുന്ന കെട്ടിടങ്ങളിൽ ഒന്നും ഇത് തന്നെ. അമേരിക്കയിലെ ഹോം മാർക്കറ്റുകൾക്ക് ശേഷം ഇന്ത്യയിലാണ് ട്രംപ് ഓർഗനൈസേഷൻ കൂടുതൽ കെട്ടിടങ്ങൾ പണിയാൻ ഉദ്ദേശിക്കുന്നത്. 2012 ട്രംപ് ടവേഴ്സിലൂടെയാണ് ട്രംപ് ഓർഗനൈസേഷൻ ഇന്ത്യൻ ലക്ഷറി റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ പ്രവേശിച്ചത്. കൊൽക്കത്തയിൽ നടന്ന ബിസിനസ് മീറ്റിനിടെ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയറാണ് ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഒരു ഐക്കണിക് ലാൻഡ്മാർക്ക് ആയിട്ടാണ് ആദ്യം കണ്ടത്. എന്നാൽ പദ്ധതി പൂർത്തീകരിക്കുന്നതിലെ കാലതാമസം കാരണം ഇതിന്റെ യശസ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ടവറിന് ട്രംപ് എന്ന പേരുള്ളപ്പോൾ ട്രംപ് ഓർഗനൈസേഷൻ നേരിട്ടുള്ള നിർമ്മാതാവല്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. പകരം ഇന്ത്യയിലെ ഈ ടവറുകളുടെ വികസനത്തിന്റെ ഉത്തരവാദിത്വം ലൈസൻസിംഗ് കമ്പനിയായ ട്രിബെക്ക ഡെവലപ്പേഴ്സിനാണ്. ഓരോ വിൽപ്പനയുടെയും 3 മുതൽ 4% വരെ ലൈസൻസിംഗ് ഫീസ് ട്രംപ് ഓർഗനൈസേഷന് നൽകുന്നുവെന്ന് വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നു.